തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതുവരെ താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ സ്കോപ്പ് ഇവിടെ ഈ ചർച്ചയിൽ എത്തിയില്ല, താങ്കളിലേക്ക് അവസരം കിട്ടാത്തത് കൊണ്ട്. അതായത് ഇതൊക്കെ കേട്ടല്ലോ, സുധീഷ് മിന്നി പറഞ്ഞു, തെളിവ് സഹിതം രാധാകൃഷ്ണ മേനോന്റെ വിശദീകരണം കേട്ടു, അതിനോട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്നൊക്കെ പറയാം, BRM ഷഫീറും കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇതൊക്കെ കേട്ടപ്പോൾ താങ്കൾക്ക് തോന്നിയത്? അല്ല, ഇത് ഒരു എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് ഞെട്ടലൊന്നും ഉണ്ടാക്കുന്ന കാര്യമായിരുന്നില്ല. കാരണം സത്യത്തിൽ രാധാകൃഷ്ണ മേനോൻ ഈ നിലവാരത്തിലേക്കുള്ള അവസ്ഥാന്തരം ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വരാൻ പോകുന്നതും ഏകദേശം അങ്ങനെ തന്നെയാണ്. വന്നവനും നിന്നവനുമൊക്കെ കാശ് വാങ്ങിച്ചു എന്നതിലേക്കുള്ള ആക്ഷേപം നിങ്ങളുടെ അണികളുടെ ഇടയിൽ തന്നെ വന്നു പോകും. അത് സ്വാഭാവികവുമാണ്. അങ്ങനെ അണികൾ പറഞ്ഞില്ലെങ്കിൽ അതാണ് അത്ഭുതപ്പെടുത്തേണ്ട കാര്യം. ആ നിലയ്ക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഇതൊന്നും സ്ക്രീൻ ചെയ്യാനുള്ള സംവിധാനവും നിങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ട് എന്നാരും ഇപ്പോൾ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല, ഗൗരവതരമായ വർഗസമരങ്ങളൊന്നുമില്ല. ആകെയുള്ളത് കേന്ദ്ര നേതൃത്വത്തെ ഇങ്ങനെ ഈ ചർച്ചകളിലുമൊക്കെ വന്ന് അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് സായുജ്യമടയുക, പണം ലഭിക്കുന്നത് വാങ്ങുക എന്ന അവസ്ഥയിലേക്ക് അത് നീങ്ങിയോ എന്നുള്ള സംശയമാണ് ഈ സംഭവം ജനിപ്പിച്ചത്. അല്ലാതെ ഒരൊറ്റ സംഭവം ഉണ്ടായി അതിനകത്ത് ഒരാളെ പുറത്താക്കി അങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് തോന്നാത്തതിന് കാരണം താങ്കൾ പറഞ്ഞല്ലോ, ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു ഇത് നല്ല പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷിക്കാൻ പോയത് എന്ന്. നോക്കൂ, ഈ കുമ്മനം രാജശേഖരൻ രണ്ടുപേരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത് സംസ്ഥാന സമിതി ഒന്നും അറിഞ്ഞിട്ടില്ല സാർ. നിങ്ങളുടെ തന്നെ ആളുകൾ പറയുന്നത് ഒരു സംസ്ഥാന സമിതി അറിയാതെയാണ് ചെയ്യുന്നത്. നിശ്ചയമായും അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രം അത്ര സ്വകാര്യമായി ചെയ്യണമെന്ന് അവകാശമുണ്ട്. സംഭവിച്ചതെന്താ? ഈ പ്രസിഡന്റിന്റെ ആൾ തന്നെയാണല്ലോ ഈ ഇപ്പോൾ പുറത്താക്കപ്പെട്ടയാൾ, അദ്ദേഹം കൊണ്ടുവന്നയാൾ സതീഷ് നായർ, അദ്ദേഹം കൊണ്ടുവന്നയാൾ. ഈ നിലയ്ക്ക് അതീവ രഹസ്യമായി കുമ്മനം രാജശേഖരൻ കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് അരുനിൽക്കുന്ന ഡൽഹിയിലായാലും ഇവിടെയായാലും അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ആളുകൾ വലിയ പണപ്പെരുവത്തിൽ ഇടപെടുന്നു. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും താങ്കളുടെ പാർട്ടിയുടെ നേതാവാണല്ലോ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം നിങ്ങളുടെ സെക്രട്ടറി കൂടിയാണല്ലോ, സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ കാര്യത്തിലുള്ള ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഗൂഢാലോചനയുടെ തല കോഴിക്കോട്, കൊച്ചിയിൽ അതിന്റെ ഹൃദയം, അതേമാതിരി തന്നെ തിരുവനന്തപുരത്താണ് കരചരണങ്ങൾ കാലും കയ്യും എന്ന് പറഞ്ഞാൽ മൂന്നാളുകൾ, കൃത്യമായും പ്രധാനപ്പെട്ട മൂന്നാളുകൾ ഇതിന്റെ ഗൂഢാലോചനാ ഭാഗത്തുണ്ട് എന്ന് രാധാകൃഷ്ണ മേനോൻ നിങ്ങളുടെ തന്നെ സംസ്ഥാന സെക്രട്ടറിയായ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു പത്രത്തിൽ, അല്ലേ? എന്ന് പറയുമ്പം ഗൂഢാലോചന നടത്തുക, പണം സംഘടിപ്പിക്കുക, കുറെ ആളുകളെ ചീത്ത പറയുക കഴിഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ. ഇങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് ഈ നിലയ്ക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞത് അഴിമതി ഇവിടെ ഇതുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പം കുറ്റവാളികൾ കൃത്യമായി ഉണ്ട്, സ്വകാര്യമായി ഇത് മുന്നോട്ട് കൊണ്ടുവന്ന ഗൂഢാലോചനക്കാരുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ഒപ്പം തന്നെ കുമ്മനം സംസ്ഥാന കമ്മിറ്റിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല അന്വേഷണ കമ്മീഷനെ വെച്ചത്. തീർച്ചയായും ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ അഴിമതിയുടെ കേരളം മുഴുവൻ വ്യാപ്തമായ ശയനം, അതേ സംബന്ധിച്ച് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞതടക്കമുള്ള കാര്യത്തിൽ, ഇപ്പോൾ സുധീഷ് മിന്നി പറഞ്ഞതടക്കമുള്ള കാര്യത്തിൽ ഒരു അഗ്നിശുദ്ധി വരുത്താനായി എന്ത് പരീക്ഷണമാകും BJP അടുത്തായി നടത്തുക? താങ്കൾ നിർദ്ദേശിക്കുന്നതെങ്കിലും ദയവായി പറയൂ ജനങ്ങളുടെ മുമ്പിൽ. ഞാൻ തുടർന്ന് തന്നെ, നിങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം. കാരണം കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് കേരളീയ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം സംശുദ്ധ വ്യക്തിത്വത്തിന്റെ സംശുദ്ധ വ്യക്തിത്വത്തിന്റെ പ്രതീകമായി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരു പരമസാത്വികനായ ഒരാളെ അദ്ദേഹവുമായി ബന്ധമുണ്ട്, അവർക്കുണ്ട്, ഇവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരു സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ അഡ്ജക്റ്റീവ്സ് ആകാം, പക്ഷേ ഇവിടെ വേണ്ടത് അതല്ല. ഇവിടെ വേണ്ടത് ഞങ്ങളുടെ അഗ്നിശുദ്ധി തെളിയിക്കാൻ ഞങ്ങളിതാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ളവ നിരത്തും എന്നതടക്കം പറയാൻ BJPയോട് ഞാൻ നിർദ്ദേശിക്കും. താങ്കൾ എന്തിനു മടിക്കുന്നു? തെളിവില്ലാത്ത ഉണ്ടയില്ലാത്ത വെടിവെക്കുമ്പോൾ തെളിവില്ലാത്ത ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇത് ആരെയും കുമ്മനം രാജശേഖരന്റെ കൂടെ ആര് നടന്നു, അല്ലെങ്കിൽ വണ്ടിയിൽ അവർ കയറി? നമുക്കറിയാം, ഈ രാജ്യത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ കള്ളനോട്ടിലെ പ്രതി BJPയുടെ നേതാക്കളുടെ കൂടെ നിൽക്കുന്നു.
എന്ന് പറഞ്ഞിട്ട് ആരോപണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തുള്ള ധാരാളം ആളുകൾ പുതുതായി BJP-യിൽ വരുന്നു, BJP-യുടെ ഭാഗമാകുന്നു, നേതാക്കന്മാരുടെ കൂടെ നടക്കുന്നു, നേതാക്കന്മാർക്ക് ഒപ്പം നിൽക്കുന്നു, ഇതൊക്കെ ഉണ്ടാവും. അതെല്ലാ പാർട്ടിയിലും. അതായത് രാകേഷ് ശിവരാമന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കുമ്മനവുമായി ബന്ധമുള്ള റോള് അതേ സംബന്ധിച്ച് താങ്കൾക്ക് നിഷേധിക്കാനാകുമോ? ഒന്ന്. രണ്ട്, RS വിനോദ് പറഞ്ഞത് ഇതൊക്കെ ഉണ്ടയില്ലാത്ത വെടിയായിരുന്നോ? ഇപ്പോൾ തന്നെ താങ്കൾ ഉണ്ടയില്ലാത്ത വെടിയാണെന്ന് മുൻവിധിയോടുകൂടി പറയുന്നത് എന്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ ചരിത്ര പശ്ചാത്തലം നിൽക്കുന്ന ഘട്ടത്തിൽ? RS വിനോദ് പറഞ്ഞ പണം സതീഷ് നായർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അത് സംബന്ധിച്ച ഏജൻസി ഇന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്നതും കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്നതുമായ സംവിധാനത്തിലൂടെ അന്വേഷണം നടക്കുന്നുണ്ടാവാണല്ലോ, അല്ലെങ്കിൽ നടക്കുമല്ലോ. അതിനുള്ള സാഹചര്യമുണ്ടല്ലോ. അതിനപ്പുറത്ത് ഇത് പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിലെ ഏതെങ്കിലും അംഗങ്ങൾ ഇത്തരം അവിഹിത ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധമുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലായി അറിയുന്നത് നാളെ വിജിലൻസ് ചിലരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് മൊഴിയെടുക്കാൻ. അതിനുശേഷം ഇതേ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിനായി BJP നേതാക്കന്മാരെ അടക്കം സമീപിക്കും. പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് BJP നേതാക്കന്മാരാരും വിജിലൻസിന്റെ മുമ്പിൽ ഇത് നൽകാനായി ചെല്ലുകയില്ല എന്ന വിവരമാണ്. അങ്ങനെയാണെങ്കിൽ വിജിലൻസ് അതിന്റെ നിയമ നടപടിയിലേക്ക് പോകും. പക്ഷെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. ഈ BJP നേതാക്കന്മാരുടെ നിസ്സഹകരണം വിജിലൻസിനെ ഇങ്ങനെ പേടിക്കുന്നതെന്തിന്? നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ? അല്ല, അത് വിജിലൻസിന്റെ അന്വേഷണം നിയമപരമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹകരണം ഉണ്ടാവും. അതല്ലാതെ നിയമവിരുദ്ധമായിട്ട് കേരളത്തിന്റെ വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കേരള സർക്കാരോ BJP-യെ കരിവാരിത്തേക്കാൻ പരിശ്രമിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ആരോപണം ഉന്നയിച്ച് നിങ്ങളുടെ തന്നെ പാർട്ടി സംവിധാനത്തിന്റെ കാര്യം പുറത്തെത്തിയിട്ട് അത് അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ അതിലെന്ത് നിയമവിരുദ്ധമായ നടപടിയാണുള്ളത്? അല്ല, അത് നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ എന്നുള്ളത് വിലയിരുത്തിയിട്ട് തീർച്ചയായിട്ടും അതിനനുസൃതമായി ചെയ്യുന്നുണ്ടാവും. കാരണം ഇത് നിയമപരമായി അതാണ് ഒരു പൗരന്റെ സാധാരണഗതിയിലുള്ള ബാധ്യതയാണ് വിജിലൻസ് വിളിച്ചാൽ എത്തുക എന്നുള്ളത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അല്ല, വിജിലൻസ് വിളിച്ചാൽ രാധാകൃഷ്ണ മേനോൻ വിജിലൻസ് വിളിക്കുകയാണെങ്കിൽ പോകേണ്ടതില്ല, നിയമപരമായി അങ്ങനെ പോകേണ്ടതില്ല എന്ന നിലപാടാണ് BJP-ക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന നിലയ്ക്കാണ് വാർത്ത വന്നിട്ടുള്ളത്. അത് ഏതുതരം രീതിയാണെന്ന് നമുക്കറിയില്ല. ഒപ്പം തന്നെ ഇപ്പം CBI അന്വേഷിക്കാനും പോകുന്നു. സൗകര്യപ്രദമായ അന്വേഷണത്തിന്റെ അവസ്ഥയിലേക്ക് CBI നിയന്ത്രിക്കുന്നത് അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുന്ന ഈ അന്വേഷണം കൃത്യമായി നടന്നാൽ എത്തിച്ചേരാവുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ നിയന്ത്രിക്കുന്നത്. ആ അർത്ഥത്തിൽ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്ത് കാര്യമാണ് അതിനുള്ളത്? തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ശ്രീ ഷഫീർ, ഒരു കാര്യം, CBI അന്വേഷണത്തെ ഇവർ കാംക്ഷിക്കുന്നത് എന്തിന് ഈ ഘട്ടത്തിൽ? പറഞ്ഞുതരാം. CBI അവരുടെ കയ്യിലാണല്ലോ. ഇപ്പൊ ഒരു വിജിലൻസിൽ ഇവർ പോണോന്നില്ല. എന്താണെന്നറിയോ? വിജിലൻസിന്റെ മുമ്പാകെ നിയമോശം പറഞ്ഞുതരാം. വിജിലൻസിന്റെ മുമ്പാകെ ഒരു പോണോന്നില്ല. വിജിലൻസിന്റെ മുമ്പാകെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള തെളിവുകൾ ഇന്റർനെറ്റിൽ വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, R ഷാജി പരാതിക്കാരൻ പറയുന്നു 17 കോടി ആവശ്യപ്പെട്ടതിൽ 5.5 കോടി നൽകി. അപ്പൊ പണം കൊടുത്തു എന്നുള്ളതിന്റെ തെളിവായി. ഇനി പണം കിട്ടിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് RS വിനോദിനോട് ചോദിച്ച ചോദ്യം BJP-യിലെ 2 കമ്മീഷനുകളുടെ ഒപ്പുള്ള കാര്യമാണ്. കുഴൽ പണമായി സതീഷിന് ഞങ്ങൾ പണം നൽകി. ലോധ കമ്മീഷൻ ഹിയറിംഗിന് വന്നപ്പോൾ കണ്ണദാസ്, മറ്റേ MP-യുടെ പ്രൈവറ്റ് സെക്രട്ടറി, രാകേഷ് കുമ്മനത്തിന്റെ സഹചാരി എന്നിവർ ആ ലോധ കമ്മീഷൻ സിറ്റിംഗിന്റെ മുമ്പിൽ പോയി. അതൊരു കൺസൾട്ടേഷൻ ബിസിനസിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ RS വിനോദ് പോയില്ലെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് ഇവർക്കെതിരായിട്ട് വരും. തീർച്ചയായും അതൊരു സുധീഷ് പിന്നി യാത്രയിലാണ്, അദ്ദേഹത്തെ പിന്നീട് കിട്ടുന്നിരിക്കില്ല. ശ്രീ സുധീഷ് പിന്നി, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇത് ഉണ്ടയില്ലാത്ത വെടിയാണെന്ന് ആരോപിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഈ PK കൃഷ്ണദാസിന് നൽകിയ പണമുണ്ടല്ലോ, അത് ബാങ്ക് വഴിയാണല്ലോ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം എടുത്താൽ ഇത് ബോധ്യമാകുമല്ലോ. ഒന്ന്, K സുരേന്ദ്രനെതിരെ നൽകിയ രസീത്, അതും റെക്കോർഡുകൾ പരിശോധിച്ചാൽ ബോധ്യമാകുമല്ലോ. സുധീഷ് അല്ല, ഈ BJP-യിലെ സംസ്ഥാന നേതൃത്വം മുഴുവനും കള്ളന്മാരായി അവരുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് തന്നെ ബോധ്യമാകുന്ന അനർഘ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിപ്പോ രാജേഷ് വക്കീലായിട്ട് അദ്ദേഹത്തിന്റെ വക്കീൽ കോട്ടിട്ടിട്ട് ഒരു കോടതിയിലും പോയിട്ടില്ല. പക്ഷേ
അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നത് വഞ്ചിയൂർ കോടതിയുടെ അടുത്ത് ഫ്ലാറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ബി വി രാജേഷിനെ കുറിച്ച് കൂടി താങ്കൾ സൂചിപ്പിച്ചു. ഇനി ഒരു കാര്യം ഇതിനകത്തൊന്ന് വിശദീകരിക്കണം. പ്രേക്ഷകർ കാണുകയാണല്ലോ. ഒരിക്കൽ കൂടി താങ്കൾ ലൈനിൽ പെട്ടെന്ന് കിട്ടിയെന്നിരിക്കില്ല, അതുകൊണ്ടാണ് ഈ ചോദ്യം. അതായത് ഈ പി കെ കൃഷ്ണദാസിന് അഞ്ചൽ അരൂർ സ്വദേശിയായ വ്യവസായി എപ്പോഴാണ് പണം നൽകിയത്? ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുള്ള ആധികാരികമായി ഇത് കണ്ടവരാണോ പറഞ്ഞത്? അതെ അതെ, 2013 നൽകിയത്. 2013 ഈ പൈസ നൽകിയത്. എവിടെ വെച്ച്? കൊല്ലത്ത് വെച്ചിട്ടാണ്. അപ്പോ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ചെക്കാണോ കൊടുത്തത്? അതെ, ചെക്ക് കൊടുത്തിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ടുണ്ട്. 2 ചെക്കായിട്ടാണോ കൊടുത്തത്? 50 ലക്ഷം ചെക്കും കൊടുത്തിട്ടുണ്ട്, വേറെ പൈസയും കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ കൊടുത്തതെന്ന് വെച്ചാല് അത് പി കെ കൃഷ്ണദാസിന്റെ പേരിലാണ് കൊടുത്തതല്ലേ? അതെ കൊടുത്തത്. ഈ പി കെ കൃഷ്ണദാസിന് ഇത് കൊടുത്ത മുരളീധരന്റെ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് വിശദീകരിക്കാനാകുമോ ഈ ഘട്ടത്തിൽ? അല്ല, എന്തിനാ കൊടുത്തത് എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഈ ഫോറിൻ, അതായത് മീൻസ് വിദേശ രാജ്യങ്ങളില് ഈ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോ കേന്ദ്രത്തിന്റെ അനുമതി വേണം, വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. ഈ അനുമതി അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. സാധാരണ നമ്മള് ഒരുപാട് പിടിപാടുണ്ടെങ്കിലേ കിട്ടും. ആ പിടിപാട് മാത്രമല്ല, പണം വാരി എറിഞ്ഞാലേ ഇതൊക്കെ നടക്കും. അതുകൊണ്ട് ആ ഒരു അനുമതി വാങ്ങിച്ചു തരാം. ഏത് വ്യവസായമാണ് അദ്ദേഹത്തിന്? ഏത് വ്യവസായമാണ് എന്ന് എനിക്ക് വ്യക്തമായി എനിക്കറിയില്ല. പക്ഷെ ഗൾഫിലെ ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹം. മുരളീധരന്റെ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് അറിവുണ്ടോ? ഇതൊക്കെ അവിടെയുള്ള പ്രവർത്തകര് വിളിച്ചു പറയുന്നതാണ്. അപ്പോ അതെന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. തീർച്ചയായും പ്രവർത്തകർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും എവിടെയും നിന്ന് എന്തും വിളിച്ചു പറയാം. അതെല്ലാം കൂടി ഒരു ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്ത് ആളുകളെ ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല. അല്ല, കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം നോക്കിയാൽ അത് വെളിവാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇടയില്ലാത്ത വെടിയാണെന്ന് പറയാൻ വരട്ടെ. ഈ ഘട്ടത്തിൽ അതിന് പ്രസക്തിയുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇവിടെ പ്രഖ്യാപിക്കോ? അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ അങ്ങ് പ്രഖ്യാപിച്ചാ പോരെ? നിങ്ങൾ പറയുന്നതിലെല്ലാം അന്വേഷണ കമ്മീഷൻ വെക്കേണ്ട കാര്യമുണ്ടോ ബി ജെ പിക്ക്? നിങ്ങൾ വഴിയിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലല്ല CPM-ല് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷണ കമ്മീഷൻ വെക്കുമോ? അല്ലെങ്കിൽ കൈരളി TV-യിൽ ഇന്നത് നടക്കുന്നു. കൈരളി TV-ക്ക് വേണ്ടി പണ്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തത് തച്ചങ്കേരി അടക്കമുള്ളവരാണ്. മമ്മൂട്ടിക്ക് നാം കാട് കയറി അങ്ങനെ പോകരുത്. നിങ്ങൾക്കും നേരെ വരുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരാണ്? കൈരളി TV അല്ല, സുധീഷ് പിന്നിയാണ്. സുധീഷ് പിന്നി ചർച്ചയിൽ പങ്കെടുക്കുന്ന വേളയിൽ ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു മിനിറ്റ് പ്ലീസ്. അതായത് സുധീഷ് പിന്നി ചർച്ചയിൽ പങ്കെടുക്കുന്ന വേളയിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കൊല്ലം ജില്ലാ കമ്മിറ്റിയെ ഉദ്ധരിച്ച് വ്യക്തമായ തെളിവുകളോടുകൂടി ആണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് അന്വേഷിക്കാമല്ലോ. ആ അന്വേഷണത്തിനുള്ള സാധ്യത നിങ്ങൾ തുറക്കുമോ? ഇതുപോലൊരു ശ്രീശനെയോ ഒരു നസീറിനെ വെച്ച് കമ്മീഷനെ നിയമിക്കുമോ? കേട്ടു എന്നാ പറഞ്ഞ് വഴിയിൽ നിൽക്കുന്ന ഏത് പ്രവർത്തകർ BJP-യുടെ പ്രവർത്തകരാണ് സുധീഷ് പിന്നിയോട് പറയുന്നത്? BJP-യുടെ ആക്ഷേപം പറയുന്നത് സുധീഷ് പിന്നിയോടാണോ? BJP പരാതി പറയുന്നത് കൈരളി TV-യിലാണോ? അപ്പൊ ഇതൊക്കെ ചുമ്മാ അടിസ്ഥാനരഹിതമായ ഏത് പൗരനും ആരോപണം ആർക്കും അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൈരളി TV-ക്കെതിരെ കുറെ കാര്യം പറയാം. നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുമോ? അല്ല, ഒരു കാര്യം ചെയ്യൂ. അല്ലല്ല, ആ തരത്തിൽ ആരോപണങ്ങൾ നമ്മളെ ഈ ചാനലിലെ ചർച്ചയൊന്നും മാറ്റുന്നത് അത് ഒരു ഭംഗിയല്ല. അത് ശരിയല്ലല്ലോ. അതാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ കേൾക്കൂ. താങ്കളോട് പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ല. താങ്കൾ പ്രകോപിതനാകാതിരിക്കൂ. അതായത് ഈ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ആരാണ്? കൈരളി TV ആണോ? അല്ല. നമ്മുടെ ചർച്ചയിൽ സുധീഷ് പിന്നി എന്ന നിങ്ങളുടെ പഴയ സഹസഞ്ചാരി ആണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. അദ്ദേഹം അത് വെളിപ്പെടുത്തിയത് ആരെ ഉദ്ധരിച്ചാണ്? മറ്റേതെങ്കിലും പാർട്ടിക്കാരെ ഉദ്ധരിച്ചാണോ? അല്ല, BJP-യുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഉദ്ധരിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വഴി പോലും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ബോധ്യമാകാൻ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തും എന്നല്ലേ പറയേണ്ടത്? എന്തിനാണ് താങ്കൾ വിളറി പിടിക്കുന്നത്? ഈ പറയുന്ന ആളിനെ സംബന്ധിച്ച് CPM കൊട്ടേഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയല്ലേ? ആ CPM-ന് വേണ്ടി കൊട്ടേഷൻ പണി ചെയ്യുന്ന ഒരാൾ പറയുന്നതിനൊക്കെ അന്വേഷണം നടത്തുമെന്ന് പറയാൻ എന്താ BJP-ക്ക് ബാധ്യത?
BJP-യെ സംബന്ധിച്ച് BJP-യുടെ പ്രവർത്തകരുടെ ഇടയിലോ അല്ലെങ്കിൽ BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്നോ ഉയർന്നു വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിന് അന്വേഷിക്കാനുള്ള വേദിയുണ്ട്, സംവിധാനമുണ്ട്, സംഘടനയ്ക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ നോക്കൂ, സുധീഷ് മിന്നി പറഞ്ഞത് എന്തൊക്കെയാണ് നോക്കൂ. സുധീഷ് മിന്നി ഈ പൈസ നൽകിയ വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും പറഞ്ഞത് എവിടെ നിന്നാണ്, കൊല്ലം ജില്ലാ കമ്മിറ്റി BJP-യുടേത് എന്ന് പറഞ്ഞു. 2, 3 ഈ പണം എത്രയാണ് എന്ന് പറഞ്ഞു. 3, 4 ഈ പണം ഏത് രീതിയിലാണ് PK കൃഷ്ണദാസിന് കൊടുത്തത്, ട്രാൻസ്ഫർ ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി എങ്ങനെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ടാണോ സാധാരണ ആരോപണം ഉന്നയിക്കല്? ഇത്രയൊക്കെ പോരെ? അന്വേഷണം പ്രഖ്യാപിക്കണം സാർ. അന്വേഷണമല്ലേ വേണ്ടത്? സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെടൂ. നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെടാമല്ലോ ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടി തലത്തിൽ ശ്രീചരയും നസീറിനെയും വെച്ചതുപോലെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കൂ. അതിന് ഞാൻ ശുപാർശ ചെയ്യും. എന്നെന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? അതല്ല ഇവിടെ പരാതിയുള്ളവർ അതിന് ഏത് പോലീസിലോ ഏത് തലത്തിലും പരാതി കൊടുത്ത് അതിനെ സംബന്ധിച്ച് തെളിവ് കൊണ്ടുവരണം. അതല്ലാതെ വഴിയിൽ നിന്നുകൊണ്ട് അവര് പറയുന്നത് കേട്ടു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കൈരളി TVക്കെതിരെ ഞാൻ ആരോപണം പറയുന്നു, CPM-നെതിരെ ആരോപണം. തീർച്ചയായും താങ്കളുടെ ആ വാക്കുകളെ നമുക്ക് എടുക്കാം. അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വ്യക്തമായ തെളിവ്, അതിൻ്റെ രീതി, ഒരു പക്ഷേ രേഖകൾ പ്രകാരമല്ലെങ്കിൽ പോലും അത് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാൾ, പഴയ സഹസഞ്ചാരിയായ ഒരാൾ ആണ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഇത്രയേറെ വ്യക്തതയിൽ, അതായത് കൊടുത്ത ആളിൻ്റെ പേര് പറയുന്നു, കൊടുത്ത തുക പറയുന്നു, കൊടുത്ത രീതി പറയുന്നു, ഇതൊക്കെയായ ആരോപണം ഉന്നയിക്കുന്നു. അതിനെതിരെ ഇങ്ങനെ പ്രകോപിതമാകേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ നവംബറിൽ കൊടുത്തു എന്ന് പറയുമ്പം വളരെ എളുപ്പമാണ്. ചെക്കായിട്ട് ആളിന്റെ പേരിൽ ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അറിയുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാൻ പറയുന്നത് ഇത് സത്യത്തിൽ എന്താണ് ഇതിൽ BJP ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സാധാരണഗതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണമില്ലേ, ആ ആരോപണത്തിന് അടിസ്ഥാനം രാധാകൃഷ്ണൻ തന്നെ ഉന്നയിക്കാവുന്നതാണ്. പാർട്ടിയിൽ ഇങ്ങനെ ആക്ഷേപമുണ്ട്, അതിനുശേഷം പാർട്ടി തീരുമാനിക്കും. ഒരാളങ്ങനെ ആക്ഷേപം ഉന്നയിച്ചാൽ അദ്ദേഹം പറഞ്ഞതുമാതിരി തന്നെ ആളുകൾ വഴിയിൽ പോകുന്ന ആൾക്കാർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. ശരിയാണ്, കാര്യം ഈ ചർച്ചയിലും അങ്ങനെ പറയാനാവുള്ളൂ. പക്ഷേ മറിച്ച് പരിമിതിയായി കണ്ട് നമ്മൾ അത്രേ ഉള്ളൂ. മറിച്ച് ഇത് ഉന്നയിക്കപ്പെടാവുന്നതാണ്. അതിനൊക്കെ അപ്പുറം രാധാകൃഷ്ണ മേനോൻ ഇതിങ്ങനെ ഉന്നയിക്കപ്പെടുന്നത് എന്താണ്? ഉന്നയിക്കപ്പെടുന്നത് ഒരു സംഭവത്തിലൂടെ വെളിവാകുന്നത്, ഒരൊറ്റ സംഭവത്തിലൂടെ വെളിവാകുന്നത് ഒരു മനോഗതിയും ഒരു ശീലവും രീതിയും ഒക്കെ ആണെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ നടന്നിരിക്കാമെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ തന്നെ ആലോചിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാന സ്വഭാവമുള്ള അഴിമതി കേസുകൾ ഇപ്പോൾ വരുന്നത്. തുടർന്നും അത് വന്നുകൊണ്ടേയിരിക്കും. ശ്രീ മിന്നി പറയുന്നത് BJP-യുടെ ആളുകൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്ന നിലയ്ക്ക് ഇനി ജില്ലാ കമ്മിറ്റിയിലെ അതെ, അങ്ങനെ വരുമ്പോൾ അതേക്കുറിച്ച് സത്യത്തിൽ ഈ കാര്യം ചെയ്ത രീതിയുണ്ടല്ലോ, ഇപ്പോൾ സംഭവിച്ച 5.5 കോടി രൂപ കൈകാര്യം ചെയ്ത ആ രീതി അങ്ങേയറ്റം സ്വകാര്യ സ്വഭാവത്തോടു കൂടിയതും പണം ഒരുപക്ഷെ പിടുങ്ങാൻ പറ്റുന്ന രീതിയിലുമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് കൃത്യമായൊരു പാർട്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് വന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ വീണ്ടും അഴിമതി രാഹിത്യത്തിന്റെ കപട മുഖവുമായി ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ആ അവസ്ഥ ഇപ്പോൾ മാറിയതിന്റെ ബുദ്ധിമുട്ടുകൾ BJP-യുടെ എല്ലാ നേതാക്കൾക്കും ഉണ്ട്. അത് ശ്രീരാധാകൃഷ്ണനുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ വരുന്നു എന്ന കാര്യം അംഗീകരിക്കുമ്പോൾ പോലും തീർച്ചയായും വ്യക്തമാണ്. ശ്രീ BRM ഷഫീർ, അഡ്വക്കേറ്റ് BRM ഷഫീർ, അതായത് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇത്രയൊക്കെ പോരെ? അല്ല, ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഇതേ വേദിയിൽ കൈരളി TV ഇരുന്നു കൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് സൗണ്ടിലാണ് ശ്രീ ബിജു രമേശ് ഒരു ആരോപണം ഉന്നയിച്ചത്. ഡോക്ടർ ലാലാണെന്ന് തോന്നുന്നത് ഡൈസിൽ. KM മാണിക്ക് ഞങ്ങൾ 1 കോടി രൂപ കൊടുത്തു, പണം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു, നോട്ട് എണ്ണി എടുത്തു, കുറവുള്ളപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സംഗതി വളരെ ചെറിയ രീതിയിലാണ് ആരോപണമായി വന്നെങ്കിലും, ഒരു അബ്കാരി നടത്തിയ ആരോപണമായിട്ടാണ് വന്നെങ്കിലും പിന്നീട് അത് കേരളം മുഴുവൻ കത്തിപ്പിടിച്ചില്ല. അജിംഷാദെ, സുധീഷ് മിന്നി കൂടെ കിടക്കുന്നവനെ മന്ത്രിക്ക് രാജിക്കേണ്ടി വന്നു. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവൂ എന്ന് പറഞ്ഞതുപോലെ സുധീഷ് മിന്നി RSSന്റെ പ്രചാരകനായി നിൽക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് നിങ്ങൾക്കകത്തുള്ള ആളുകളെ സംബന്ധിച്ചുള്ള സോഴ്സുകൾ വെളിപ്പെടുത്തുമ്പോൾ അത് സുധീഷ് മിന്നിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് ശരിയാണോ? കേരളത്തിലെ ഏത് പൗരനും നിയമപരമായി ഏത് നേതാവിനെതിരെയും ആരോപണം ഉന്നയിക്കാം. ആരോപണം ഉന്നയിക്കുന്നവന് അത് തെളിയിക്കേണ്ട ബാധ്യത പോലും ഇല്ല ഇന്ത്യൻ ഭരണഘടന പ്രകാരം. ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. തീർച്ചയായും സുധീഷ് മിന്നി, അതായത്
താങ്കൾ രണ്ട് ആരോപണം, അതായത് പി.കെ. കൃഷ്ണദാസിനെതിരെയും കെ. സുരേന്ദ്രനെതിരെയും ഉന്നയിച്ചു. ആരോപണം ഉന്നയിക്കുന്നതിന്റെ എല്ലാ ചടങ്ങുകളും പാലിച്ചു തന്നെയാണ് താങ്കൾ അത് ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സഹകരിക്കാമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവ് നൽകാമെന്ന് കൂടി അർത്ഥമുണ്ട്. അതൊക്കെ ഓക്കെ. ഈ സതീഷ് നായരെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? അല്ല, ഞാനിവിടെ ഈ രാധാകൃഷ്ണൻ പറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ ജില്ലയില് അതുപോലെ OK വാസുമാസും A അശോകട്ടനും രഞ്ജിത്തിന്റെ അതായത് വ്യക്തമായ തെളിവ്, അതായത് മൊബൈൽ ഫോണിലൂടെ ആ സ്ത്രീക്ക് അയച്ച SMS ഏതാണ്ട് 3.5 പേജ് വരും, അശ്ലീലപരമായ മെസ്സേജ്. അത് തെളിവോടുകൂടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിച്ചപ്പോ ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. അതിന് മറുപടി പറയാൻ പറഞ്ഞപ്പോ രഞ്ജിത്ത് പറഞ്ഞത് അറിയാതെ പോയ മെസ്സേജാണ്. എന്നിട്ട് തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ഇത് പറഞ്ഞ ആരോപണം ഉന്നയിച്ച OK വാസുമത്തെയും A അശോകനെയും ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവരുടെ കയ്യിൽ ഇപ്പോഴും ആ SMS രേഖയുണ്ട്. ഇത് വ്യക്തമായ രേഖയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ രീതിയിലാണ് BJP എങ്കിൽ ആ BJPയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ആരോപണം ഉന്നയിക്കാൻ കഴിയാം? അതെ, അതിന് ഉൾപാർട്ടി ജനാധിപത്യമൊന്നുമില്ല. അത് പോകട്ടെ, അത് നമുക്കൊക്കെ അറിയാം. അത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ ശ്രീ രാധാകൃഷ്ണ മേനോന്. തീർച്ചയായും ശ്രീ സുധീഷ് മിന്നി, അതായത് ഈ സതീഷ് നായരെ കുറിച്ച് ബിജു രമേശ് ഇന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇത്തരം വെളിപ്പെടുത്തലുകളാണല്ലോ കാര്യങ്ങളുടെ തുമ്പാദ്യമായി എത്തിക്കുന്നത്. വെളിപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സതീഷ് നായർക്ക് ബന്ധമുണ്ട്, കുമ്മനവുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സതീഷ് നായരുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അറിവിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ ഘട്ടത്തിൽ? ഇതിലൊന്നും എനിക്ക് സതീഷ് നായരെ കുറിച്ച് അറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഈ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് പറയാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഉന്നയിച്ച ആരോപണത്തോട് ആയഞ്ചേരി രാജേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് ഈ പൈസ കൊടുക്കുന്നത്. മുരളീധരൻ എന്ന് പറഞ്ഞ വ്യവസായിയാണ് കൊടുക്കുന്നത്. അദ്ദേഹം അരൂർ സ്വദേശിയാണ്. അവിടെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പ്രാഞ്ചിയേട്ടൻ എന്നൊക്കെയാണ് അവിടെ വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് വ്യവസായം തുടങ്ങാനാണ്? തീർച്ചയായും. അതായത് സുധീഷ് പിന്നെ ഈ പി.കെ. കൃഷ്ണദാസിന്റെ ഒരു കാര്യം കൂടി താങ്കളോട് ഞാൻ ചോദിക്കുന്നു. ഈ പി.കെ. കൃഷ്ണദാസ് ഈ പണം കൈപ്പറ്റിയത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണോ? 2013-ലാണ്. 14-ലല്ലേ മോഡി എത്തുന്നത്? 2013-ലാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു അധികാരമായ സ്വഭാവമല്ല, അതിനപ്പുറത്തേക്കുള്ള മാനങ്ങളുണ്ട് എന്ന് കൂടിയാണ് അല്ലേ? അല്ല, ഇവർക്ക് ഈ വിദേശ മന്ത്രാലയങ്ങളായിട്ട് അതിന് ഭരണം വേണമെന്നൊന്നുമില്ല. ഒരുപാട് IAS ഓഫീസർമാരെ സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു സംഘടനയാണ്. അപ്പൊ ഇവർക്ക് അവിടെയൊക്കെ പിടിപാടുകളുണ്ട്. അത് രാജ്യം ഭരിച്ചിട്ടില്ലെങ്കിലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ഈ വിദേശ മന്ത്രാലയത്തിന്റെ ഈ അനുമതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തുക കൊടുത്തത് എന്നാണ് പറയുന്നത്. അതായത് ഒരുപക്ഷെ ഇത് പീപ്പിൾ ടിവിയിലൂടെ താങ്കൾ നടത്തിയത് സ്വമേധയാ തന്നെ കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ BRM ഷഫീറെ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അതും ആ നിയമ നടപടികളും ആ അന്വേഷണവുമായി താങ്കൾ സഹകരിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതിന് താങ്കളുടെ പക്കലുള്ള എല്ലാ തെളിവുകളും നൽകണമെന്ന് കൂടിയാണ്. ഒരിക്കൽ കൂടി താങ്കളോട് ഞാൻ ചോദിക്കുന്നു ശ്രീ സുധീഷ് മിന്നി, ഈ അന്വേഷണം വന്നാൽ എന്റെ മുന്നിൽ പോലീസ് എത്തിയാൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡാറ്റ സഹിതം ഞാൻ പറയും. ഓക്കെ, വെരി ഗുഡ്. ഈ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ FIR എടുക്കാം. ദുരിതാന്വേഷണത്തിന് റിപ്പോർട്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ അങ്ങനെയാണ് പറയുന്നത്. അത്രയേറെ താങ്കൾ നിയമം പഠിച്ച ആളാണ് രാധാകൃഷ്ണ മേനോൻ. അത്രയേറെ സാധ്യതകൾ ഈ വിഷയത്തിലുണ്ട്. നിയമ നടപടികളുമായി ഡാറ്റകൾ സഹിതം നൽകാൻ തയ്യാറാണ് എങ്കിൽ വെല്ലുവിളിക്കൂ, അതിന് അന്വേഷണം എടുക്കട്ടെ എന്ന് താങ്കൾ പറയൂ. അല്ല, ഈ പറയുന്ന വ്യക്തി ഒരടിസ്ഥാനവുമില്ലാത്ത അന്വേഷണം വേണമോ വേണ്ടയോ? ശ്രീ രാധാകൃഷ്ണ മേനോൻ, സുധീഷ് മിന്നി ഇപ്പോൾ നടത്തിയ ആരോപണത്തിൽ പാർട്ടി തലത്തിലും നിയമപരമായും അന്വേഷണം വേണമോ ഇല്ലയോ ഒരു പൗരൻ എന്ന നിലയിൽ? ഇപ്പൊ സുധീഷ് മിന്നി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു അന്വേഷണത്തിനും പ്രസക്തിയില്ല. അതേസമയം അത് തെളിവ് സഹിതം ആ നിലയിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ആക്ഷേപം വന്നാലല്ലേ ആ നിലയിലുള്ള ഒരു ഇതിന് തന്നെ പ്രസക്തിയുള്ളൂ, ഒരു ആരോപണത്തിന് തന്നെ പ്രസക്തിയുള്ളൂ. സുധീഷ് മിന്നിയെ പോലെയുള്ള ഒരു വ്യക്തി CPM-ന് കൊട്ടേഷൻ എടുത്തുകൊണ്ട് വർത്താനം പറയുന്നു എന്നതിനപ്പുറത്ത് ശ്രീ രാധാകൃഷ്ണൻ, അതായത് ഇത്തരം ഒരു ആരോപണമായിരുന്നു ബിജു രമേശ് KM മാണിക്കെതിരെ നടത്തിയത്, K ബാബുവിനെതിരെ നടത്തിയത്. ആ ആരോപണത്തെയൊക്കെ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും വിശ്വസിച്ചില്ലേ? ആ മാനദണ്ഡം എന്താ ഇവിടെ ആപ്ലിക്കബിൾ ആകാത്തത്?
അതിനുശേഷം ആ ആരോപണത്തിൽ തെളിവ് വന്ന് ആ തെളിവ് സഹിതമുള്ള കേസ് കാര്യങ്ങള് ചർച്ച ഒക്കെ വന്നപ്പോഴാണ് വിശ്വസിച്ചത്. അതെ, തെളിവ് വരണമെങ്കിൽ അന്വേഷണം വേണമല്ലോ. തെളിവ് വരണമെങ്കിൽ അന്വേഷണം വേണമല്ലോ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, തെളിവ് വേണമെങ്കിൽ അന്വേഷണം വേണമല്ലോ. ആ അന്വേഷണത്തിന്റെ സാധ്യതകൾ പോലും താങ്കൾ തുറക്കാത്തത് എന്ത്? ഇപ്പോ കൈരളി ടിവിയില് ധാരാളം ആരോപണങ്ങൾ ഇന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടു. ആ ആരോപണങ്ങളില് കാരണം BJP നേതാക്കന്മാർക്കല്ല ഇപ്പൊ ഭയങ്കര സൗകര്യമായി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ആരോപണം ചേർന്നതാണ്. BJP നേതാക്കന്മാർക്ക് അച്യുതാനന്ദൻ തയ്യക്കാരനായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ സൗകര്യം എന്താ? ഇവിടുത്തെ VN വാസവൻ ചെത്തുതൊഴിലാളി, അദ്ദേഹം കള്ളുഷാപ്പിലെ കറി കച്ചവടക്കാരനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ശ്രീ രാധാകൃഷ്ണ മേനോൻ, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കരുത്. ഇവിടെ എത്തിയ ആരോപണത്തിന്റെ സ്വഭാവം താങ്കൾ മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രതികരിച്ചാൽ ഒരു വായിക്കുവാ പറയാം, വാക്കിന് വാക്ക് പറയാം. പക്ഷെ ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന അവബോധം താങ്കൾക്കുണ്ടാകണം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ രാധാകൃഷ്ണ മേനോൻ താങ്കളിലേക്ക് എത്താം, സമയം തരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന്റെ എല്ലാ ചടങ്ങും പാലിച്ച് പറയുമ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ ഒരാൾ സ്വാഭാവികമായും അന്വേഷണത്തെ സ്വാഗതം ചെയ്യില്ലേ? അങ്ങനെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് ആ പാർട്ടിയുടെ പരിമിതിയാണോ ബോധ്യമാക്കുന്നത്, അതോ ആ പാർട്ടിയുടെ മുഴുവൻ സമീപനങ്ങളും രാധാകൃഷ്ണ മേനോന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ട്? അല്ല, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യുകയും മിന്നി തന്നെ ഇവരുടെ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? അത് നമുക്ക് ആലോചിക്കാം. അതിന് കാരണം ഇപ്പോൾ സംഭവിച്ച ഒരു അഴിമതി കഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച തന്നെ വരുന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികതയിൽ ചർച്ച വരില്ല. അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഒരു കമ്മീഷൻ വെച്ചു, കമ്മീഷന്റെ ഫൈൻഡിങ് വന്നു എന്ന് മാത്രമല്ല, നസീറിന്റെ നസീറിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇമെയിലായി ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രസിഡന്റിന് പോകുന്നു. അവിടുന്ന് തന്നെയാണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ മാധ്യമങ്ങൾക്കും വരുന്നു. ഇതാണല്ലോ പ്രശ്നം. ശരിക്കും രാധാകൃഷ്ണ മേനോൻ എനിക്ക് മനസ്സിലാകും, ഒരു അന്വേഷണം നടത്തിയതിന്റെ ബുദ്ധിമുട്ട് ഇത്രയാണെങ്കിൽ ഇനി വരുന്ന അന്വേഷണങ്ങൾ എങ്ങനെയായിരിക്കും? അതൊരു ഘടകം തന്നെയാണ്. അതല്ലാത്ത സാഹചര്യമായിരുന്നുവെങ്കിൽ രാധാകൃഷ്ണ മേനോനും പറയും ഞങ്ങളത് അന്വേഷിക്കും, പിന്നെ മിന്നി അത്ര മിടുക്കനാണെങ്കിൽ ആ കാര്യങ്ങൾ തരട്ടെ, ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറയാമായിരുന്നു. ഇപ്പോഴങ്ങനൊന്നും അന്വേഷിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല നിലവിലുള്ളത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. രണ്ട് ഗ്രൂപ്പുകൾക്കെതിരെയും പി.കെ. കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, ഈ തിരിച്ച് കെ. സുരേന്ദ്രൻ മുരളീധര വിഭാഗമാണെന്നാണ് എന്റെ വിശ്വാസം. ശരിയാണ്. സത്യം പറയട്ടെ, ഈ രണ്ട് ഗ്രൂപ്പുകളും മത്സരിച്ച്, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കിട്ടിയവരും കിട്ടാത്തവരും. PDJS വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് പറഞ്ഞത്, കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള പടലപ്പിണക്കമാണ് BJP-യിൽ നടക്കുന്നത്. അതൊക്കെ ബോധ്യമാക്കുന്നതാണോ സുധീഷ് മിന്നിയുടെ വാക്കുകൾ? ഷഫീർ അതിനോട് പറയൂ, അതിനോട് പ്രതികരിക്കൂ. വെള്ളാപ്പള്ളി നടേശനോട് പ്രതികരിക്കൂ, അതിന്റെ വാക്കുകൾ. വെള്ളാപ്പള്ളി നടേശനാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ പണം കൊടുത്ത് സതീഷ് നായരുടെ ഇടപാടുകളെ സംബന്ധിച്ചും ഹവാല റാക്കറ്റിനെ സംബന്ധിച്ചും ആദ്യമായി BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിനെ അറിയിച്ചത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി എന്നത് പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ എവരിത് മുക്കിത്താഴ്ത്ത് വെച്ചനെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, ഈ കൃഷ്ണദാസിന് പേരിലുള്ള ആരോപണം സുധീഷ് മിന്നിക്ക് തെളിവുകളായി എത്തിച്ചു കൊടുത്തതിൻ്റെ പിറകിൽ തൊട്ടപ്പുറത്തെ പക്ഷമുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുക. കാരണം എന്തറിയോ, 3 മാസം മുമ്പ് BJP-യുടെ കോർ കമ്മിറ്റിയിൽ ശ്രീ മുരളീധരൻ ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. നിങ്ങൾ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറയേണ്ട ഉത്തരവാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ പറയേണ്ട ഉത്തരവാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി 5 കോടി രൂപ ചോദിച്ചപ്പോൾ അതിൽ ഒരാൾക്ക് 2 കോടി കിട്ടിയെന്നും, കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി 1 കോടി രൂപ ചോദിച്ച് 50 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും, എരുമേലിയിലെ വിമാനത്താവളത്തിന് വേണ്ടി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ദക്ഷിണ മേഖലാ സെക്രട്ടറി BL സന്തോഷിന്റെ സാന്നിധ്യത്തിൽ BJP-യുടെ മുതിർന്ന നേതാവ് ശ്രീ മുരളീധരൻ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. പാർട്ടിക്കകത്ത് 3 മാസം മുമ്പാണ്. എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഞാനാണ് അതിന്റെ പിറ്റേന്ന് ഇത് ആദ്യമായിട്ട് പുറത്തു വിടുന്നത്. കോർ കമ്മിറ്റിയിൽ നിന്ന് BJP-യിലെ തന്നെ ഒരു നേതാവ് എനിക്ക് ചോർത്തി തന്നതാണ്. അത് ഈ എതിർ വിഭാഗത്തിന്റെ ആളാണ് എനിക്ക് ചോർത്തി, പേര് പറയുന്നില്ല, അയാളെ ബുദ്ധിമുട്ടിലാക്കണ്ടല്ലോ. ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, അതിന്റെ ശേഷം ഈ സംഭവം കുമ്മനം മൂടിവെച്ചു, അന്വേഷണം പ്രഖ്യാപിച്ചില്ല. അമിത്ഷായുടെ മുമ്പിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പോയിട്ട് പറഞ്ഞു,
മെഡിക്കൽ കോളേജിന്റെ മറവിൽ കേദാർ ദേശായിയെ വെച്ചുകൊണ്ട് ഗുജറാത്തിൽ മെഡിക്കൽ കൗൺസിൽ ചെയർമാൻ കേദാർ ദേശായിയുടെ ഓഫീസിൽ ഗുജറാത്തിൽ നിന്നുള്ള കേദാർ ദേശായിയെ വെച്ചുകൊണ്ട് ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു. കുമ്മനം രാജശേഖരന്റെ ലെറ്റർ പേഡ് ഡൽഹിയിലുള്ള ഒരാൾ വഴിയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കറിയോ, ഇന്നും കുമ്മനം രാജശേഖര സാറിന്റെ ലെറ്റർ പേഡ് സതീഷ് നായരുടെ ഓഫീസിൽ പോയാൽ ഇപ്പൊ റെയ്ഡ് എടുക്കാം. അത്ര കാര്യമാണ് എന്ന് പറഞ്ഞാൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇതൊന്നും വെറുതെ ഉണ്ടയില്ലാത്ത വെടിയല്ല. ഇതൊക്കെ പിന്നീട് കാലം നിമിഷങ്ങൾ തെളിയിച്ച കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രസക്തിയും. ശ്രീ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം, ഞങ്ങൾക്കും കിട്ടണം പണം. അധികാരമില്ലെങ്കിൽ പോലും ഇങ്ങനെ പണം വസൂലാക്കുന്നത് കൊണ്ടാണോ കയർ ബോർഡ്, റബ്ബർ ബോർഡ് അടക്കം കേരളത്തിന് അവകാശപ്പെട്ട ലിസ്റ്റുകൾ പോലും വെട്ടിയത് കേന്ദ്ര നേതൃത്വം BJP-യുടേത്? ഒരാരോപണമാണ്, മറുപടി പറയാം. അല്ല, ഇവിടെ കുമ്മനം രാജശേഖരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തരത്തില് ഈ സതീഷ് നായർ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഈ സതീഷ് നായർ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ദേശായിയോടോ അല്ലെ വേറെ ആരോടോ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും ഹവാല റാക്കറ്റോ അതല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കലോ മെഡിക്കൽ കോളേജിൽ സാക്ഷ്യം മേടിച്ചു കൊടുക്കലോ ഒക്കെ നടത്തുന്ന ഏജൻസി നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കാൻ തക്ക ആർജവം കേന്ദ്ര സർക്കാരിനുണ്ട്, BJP നേതൃത്വത്തിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നും, കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതിയാണ് ഇത്. ഏതെങ്കിലും BJP-യുടെ നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ടവരോ മന്ത്രിമാരോ ഇടപെട്ടിട്ടുള്ള ഒരു അഴിമതിയല്ല. അതല്ലാതെ നമുക്കറിയാം, ബാറുകൾക്ക് അഴിമതി അല്ലെങ്കിൽ കോളേജുകൾക്ക് അഴിമതി. ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന്റെ പിന്നിൽ ശ്രീ MD രമേശിന് പങ്കുണ്ട് എന്ന് AK നസീർ, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മറ്റേ ശ്രീശൻ ഉൾപ്പെടെയുള്ള സമിതിയിൽ പരാമർശമുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അതില്ലെന്നാണ് അവർ പറയുന്നത്. ഇല്ലെന്നോ? അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ, സോഫ്റ്റ്വെയറിൽ വന്നിട്ടുള്ള വരികളിൽ ഒരു വരി എന്താണെന്ന് അറിയുമോ? ഈ ബ്രൈബുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരിയിൽ അവിടെ മെഡിക്കൽ കോളേജ് അനുവദിക്കുന്ന കാര്യത്തിൽ ശ്രീ MD രമേശ് വഴി 5 കോടി കൊടുത്തത് കൊണ്ടാണ് കിട്ടിയതെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് SR ഗ്രൂപ്പ് ഈ പണം സതീഷ് നായർക്ക് കൊടുക്കാൻ ശ്രീ വിനോദ് വഴി ഈ പറയപ്പെടുന്ന നേരത്തെ പറഞ്ഞ നമ്മുടെ രാകേഷ് ശിവദാസൻ വഴി ശ്രമിച്ചത് എന്ന് ശ്രീശന്റെയും നസീറിന്റെയും റിപ്പോർട്ടുണ്ട്. മേനോൻ മറച്ചു വെക്കരുത്. നിങ്ങൾ സത്യസന്ധനായ തീർച്ചയായും അതൊക്കെ മറുപടി വിശദീകരിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പരിമിതി വരികൾക്കിടയിൽ വായിക്കുകയും ചെയ്യുന്നു ശ്രീ രാധാകൃഷ്ണ മേനോൻ. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, സതീഷ് നായരെ കുറിച്ച് താങ്കൾക്ക് ആഡ് ചെയ്യാനുള്ളത് എന്ത്? അല്ല, സതീഷ് നായരുടെ കാര്യം പറയുമ്പം ഇവിടെ ഈ ഹിന്ദു മുന്നണി എന്ന നിലയ്ക്ക് രാധാകൃഷ്ണന് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഹിന്ദു മുന്നണി എന്ന നിലയ്ക്ക് ഇവിടെ നമ്മൾ ഗംഗേശാനന്ദ സ്വാമിയുടെ ലിംഗം മുറിക്കപ്പെട്ട കേസാണ്. ആ കേസിന്റെ സമയത്ത് ഒരു ചിത്രം പ്രചരിച്ചിരുന്നുവല്ലോ. അച്യുതാനന്ദന് മുന്നിൽ ഗംഗേശാനന്ദ സ്വാമി ഇരിക്കുന്നു. അതിന് ഒരു അരികത്ത് വളരെ വിനീത വിധേയനായി ഈ പറയുന്ന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നിൽക്കുന്നു. കണ്ടായിരുന്നല്ലോ പടം. അന്ന് അദ്ദേഹം ഹിന്ദു മുന്നണിയുടെ ആളായി. ഈ ഹിന്ദു മുന്നണിയുടെ സജീവ പ്രവർത്തകനായ അയ്യപ്പദാസിന്റെ ചേട്ടനാണ് ഈ സതീഷ് നായർ. ഈ അയ്യപ്പദാസിനെ അറിയാമോ നിങ്ങൾക്ക്? ഗംഗേശാനന്ദ സ്വാമിയുടെ അനുയായി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ലിംഗം മുറിക്കാൻ പോയി എന്ന് ആ പെണ്ണ് അവരുടെ കത്തിൽ പറഞ്ഞിരിക്കുന്ന ചേട്ടനാണ് എന്ന് പറയുമ്പം നോക്കണേ, ഏതൊക്കെ തരത്തിലാണ് ഹിന്ദു മുന്നണി, സന്യാസി, പണം, അപകരണം, വ്യാജ രസീത്, എന്തൊക്കെയാണ് ഇതിന്റെ ഈ പ്രത്യയശാസ്ത്ര ധനാഗമന ബന്ധം? തീർച്ചയായും ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ഒരു ഇടവേള. രജിലേഷ് നാഥ്, നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി രജിലേഷ് നാഥ് മഞ്ചേരിയിൽ ഒരു ബാങ്കിൽ ജോലി വാങ്ങിക്കൊണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി തിരപ്പെടുത്തി ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ. ശ്രീ BRM ഷഫീർ, സുധീഷ് മിന്നിയുടെ ആരോപണം, സതീഷ് നായരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, CBIയെ ഇറക്കാനുള്ള കുൽസിതമായ നീക്കം എന്നത് ആരോപണമാണ്. അതിന് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലം നിൽക്കുന്ന ഘട്ടത്തിലാണ് സുധീഷ് മിന്നി പീപ്പിൾ TVയിലൂടെ ഗൗരവമായ ഇത്തരം ആരോപണങ്ങൾ എല്ലാ ചടങ്ങുകളോടും കൂടി അതിൻ്റെ ആധികാരികത ഈ ഘട്ടത്തിൽ ബോധ്യമാകുന്ന രീതിയിൽ, പ്രാഥമികമായി ബോധ്യമാകുന്ന രീതിയിൽ പുറത്തേക്ക് എത്തുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം? അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വേണ്ടത്, അടിയന്തരമായി വേണ്ടത്.
ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് FIR ഇട്ട് ത്വരിത അന്വേഷണം പ്രഖ്യാപിക്കണം. PK കൃഷ്ണദാസിനെതിരെയും സുരേന്ദ്രനെതിരെയും സാമ്പത്തിക ആരോപണം നടത്തുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട രസീതുകൾ ശേഖരിക്കുന്നതിനെ സംബന്ധിച്ച്, ബാങ്ക് കോഴകളെ സംബന്ധിച്ച്, ഹവാലകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹവാല നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ചില സംഘടനകളാണ് എന്ന് നിരന്തരം ആരോപിക്കപ്പെടുന്ന BJP പണം ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ പെരുമ്പാവൂരിലെ ഒരു മുസ്ലിം റാക്കറ്റിന്റെ IS ബന്ധമുള്ള ഹവാലയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹം. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവരുടെ രാജ്യസ്നേഹം കപടമാണ്, ഇവർ കണ്ടമാനം കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവരുടെ കപടമാണ്. ഇവർ കഴിഞ്ഞ 3 കൊല്ലമായി തിരുവനന്തപുരത്ത് വഞ്ചൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എല്ലാ നേതാക്കന്മാരും വീട് വെച്ചിട്ടുണ്ട്. ഇവരുടെ ആഡംബര കാറുകളുടെ രീതി മാറിയിട്ടുണ്ട്, ഇവരുടെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ രീതി മാറിയിട്ടുണ്ട്, ശരീരഭാഷകൾ മാറിയിട്ടുണ്ട്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകൻ പറഞ്ഞതുപോലെ 50 കൊല്ലക്കാലം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറിയും തിരിഞ്ഞും ഭരിച്ചിട്ട് അവർക്കുണ്ടാകാത്ത പണവും അവർക്കുണ്ടാകാത്ത സൗകര്യവും അവർക്കുണ്ടാവാത്ത കാറും അവർക്കുണ്ടാവാത്ത ആഡംബരങ്ങളും 3 കൊല്ലം കൊണ്ട് BJPക്ക് ഉണ്ടായിരിക്കുന്നു. പണ്ട് നേരത്തെ പെട്രോളിയം മറ്റേ പമ്പുകൾ അനുവദിച്ചതിൽ അഴിമതി ഉണ്ടായതുപോലെ എല്ലാത്തിലും ഇടപെടുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത പ്രകാരം ബാലുശ്ശേരിയിൽ സ്ഥലം ഇടപാടിന്റെ അഴിമതി, ഉള്ളിശ്ശേരിയിലെ ഭൂമി ഇടപാടിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതികൾ, ഉള്ളിയേരിയിലെ പിന്നെ ഉള്ളിയേരിയാണ് സാറേ, ഉള്ളിയേരിയിലെ കോഴിക്കോട് നിങ്ങൾ നേരത്തെ പറഞ്ഞ നേതാവിന്റെ പേരിൽ 23,800 രൂപയ്ക്ക് 1 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് പാർട്ടിയെ കബളിപ്പിച്ചുകൊണ്ട് 43,800 രൂപ എഴുതിയെടുത്ത് കൊണ്ടുപോയ മഹാനാണ് നേരത്തെ ഈ സുധീഷ് മിന്നി ആരോപിച്ചതിൽ ഒരാൾ. ഗുരുതരമാണ് വിഷയങ്ങൾ. അടിയന്തരമായിട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം, പറ്റുമെങ്കിൽ അടിയന്തരമായി ത്വരിതാന്വേഷണം പ്രഖ്യാപിക്കണം. BJPയിലെ ഈ നേതാക്കന്മാരുടെ 3 കൊല്ലത്തെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിനോടൊപ്പം തിരുവനന്തപുരത്ത് സന്തത സഹചാരിയായി കുമ്മനത്തിനോടൊപ്പം നടക്കുന്ന ശ്രീ RS വിനോദിന്റെ പേരിൽ ഒരു സൊസൈറ്റി ഉണ്ട് തിരുവനന്തപുരത്ത്, വേണാട് സർവീസ് സൊസൈറ്റി. വേണാട് സർവീസ് സൊസൈറ്റിയിൽ വഴി 3 കൊല്ലത്തിനിടയിൽ ഡൽഹിയിലേക്ക് പോയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻ അന്വേഷിക്കണം. വേണാട് സർവീസ് സൊസൈറ്റി സഹകരണ ബാങ്കുകളെ ഡിമോണിറ്റൈസേഷൻ അടിതൊട്ട് മുടിവരെ പുനഃക്രമീകരിക്കണം കാര്യങ്ങൾ എന്ന് പറഞ്ഞ PP മുകുന്ദന്റെ രാഷ്ട്രീയ വാക്കുകൾക്ക് കേവലം ആഭ്യന്തരമായ ധ്വനി മാത്രമല്ല പുറത്തേക്കുണ്ട്. തീർച്ചയായും ഭാസുരേന്ദ്ര ബാബുലേക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ എത്താം. ചർച്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പായി ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഈ കാര്യങ്ങളെ ഒക്കെ നിരീക്ഷിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായി എത്തുന്നത്. ഒന്ന്, അന്വേഷണം അനിവാര്യമാണ് എന്ന ഘട്ടം. 2, CBIയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് കള്ളൻ്റെ കയ്യിൽ താക്കോല് ഏൽപ്പിക്കുന്നത് പോലെയാണ് എന്ന്, അതിന് സമാനമായൊരു ധ്വനി താങ്കൾ നേരത്തെ പറഞ്ഞു. അതുകൂടി പറഞ്ഞ് നമുക്ക് പൂർത്തീകരിക്കാം. ഒപ്പം അടിതൊട്ട് മുടിവരെ പുനഃക്രമീകരിക്കണം എന്ന് PP മുകുന്ദൻ എന്ന പഴയ നേതാവ്, ഇപ്പോഴും BJP നേതാവായി തുടരുന്ന ആ നേതാവ് പറഞ്ഞതിൻ്റെ ധ്വനികൾ എന്തൊക്കെ? അല്ല, അധികാരത്തിൽ വരുമ്പം സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ, മധ്യപ്രദേശ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ് 15 വർഷമായിട്ട് വ്യാപം അഴിമതി അല്ലേ, ആ നിലയ്ക്ക് അങ്ങേയറ്റം നിഗൂഢമായ രീതിയിൽ അഴിമതി ഇത് മറച്ചുവെക്കുക, അന്വേഷണത്തിൻ്റെ സംഭവം വരുമ്പം സാക്ഷികളെ കൊന്നുതള്ളുക, 44 പേരെങ്ങാണ്ട് അതിനകത്ത് മരിച്ചത്. അത് ഒരു സംസ്ഥാനത്തിന് സംഭവിക്കാത്ത കാര്യങ്ങളാണ്. BJP ഭരിക്കുന്നിടത്ത് വരുന്ന ഈ നിഗൂഢ രീതികൾ അത് ഭരണമില്ലെങ്കിൽ പോലും നടപ്പാക്കാം. അതാണ് പഠിച്ചത്, അല്ലാതെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ പഠിച്ച ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഒന്നിനു പുറകെ ഇതൊന്നായി വരും. ഇത് ഒരു പാൻഡറാസ് ബോക്സിന്റെ നമ്മൾ അല്പം കാണും. നേരത്തെ പറഞ്ഞത് മാതിരി ഈ പാൻഡറാസ് ബോക്സ് ആണ് തുറക്കപ്പെട്ടിരിക്കുന്നത്, ഐസ്ബർഗിന്റെ അറ്റം എന്ന് പറയുന്ന മാതിരി. ഭൂതങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ. ഒരിടത്ത് ഈ ശ്രീ ഗോപാലകൃഷ്ണന്റെ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, പുതിയ ഒരു മിശിഹായെ അവരോധിക്കാൻ MT രമേശിനെ മാറ്റിയേ തീരുമെന്ന് കുറെ ആൾക്കാർ വിചാരിച്ചു. 3 പേർ ഗൂഢാലോചന നടത്തി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു പുതിയ മിശിഹായെ അവതരിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആരായിരിക്കാം ആ അഴിമതി മുഖഭാവമുള്ള, വെള്ളത്താടി വെച്ചാലും ശരിക്കും ചുവപ്പ് താടിക്കാരനായി പിന്നെ തെളിയിക്കപ്പെടുന്ന ആ പുതിയ മിശിഹ ആരായിരിക്കും? നമുക്ക് കാത്തിരിക്കാം അല്ലേ? അതേ പറയാനുള്ളൂ. തീർച്ചയായും അങ്ങനെ ഒരു മിശിഹയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സിംബോളിക് അർത്ഥത്തിൽ തന്നെ നമുക്കതിനെ എടുക്കാം. അങ്ങനെ ഒരു മിശിഹയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ ഈ കാര്യങ്ങൾ തീർപ്പാക്കാൻ കേൾപ്പുള്ളവർ ഇവിടെ ഉണ്ട് എന്ന രാഷ്ട്രീയ ആർജവവും പ്രതീക്ഷിക്കുന്നു കേരള സമൂഹം. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.